ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും പുട്ടുണ്ടാക്കും അല്ലേ? പക്ഷേ ഇതൊരു വെറൈറ്റി പുട്ടാണ്. ഇതിന് കറിയുടെ ആവശ്യമില്ല, അതേമാതിരി പഴത്തിൻ്റെ ആവശ്യമില്ല. ഇത് തനിയെ തിന്നാൻ തന്നെ വളരെ സ്വാദാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇവിടെ 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ പുട്ടിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതാണ്. ഇതിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ 3 ക്യാരറ്റ് എടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ 3 എണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പുട്ടുപൊടി നോക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന വെള്ളം ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പുട്ടുപൊടിക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ പുട്ടുപൊടിക്ക് കുഴക്കില്ലേ, അതേമാതിരി തന്നെ കുഴച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ക്യാരറ്റ് കുറേശ്ശെ ഇട്ട് കുഴച്ചെടുത്താലും മതി. ക്യാരറ്റിൽ നല്ല വെള്ളം ഉണ്ടാകും, അപ്പോൾ അധികം ആകാതെ ശ്രദ്ധിക്കണം. ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പുട്ടുപൊടി ചേർത്ത് നനച്ചെടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഇതിനെ പാൽപുട്ട് എന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ പുട്ടുകുറ്റിയിൽ നിറച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ പുട്ടുണ്ടാക്കില്ല, അതേമാതിരി തന്നെ ഇതും ചെയ്തെടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 കൈ അളവിൽ ഈ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? ഇതേമാതിരി ഇത് നിറച്ചും ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സാധാ പുട്ടിനേക്കാളും കുറച്ചധികം ഒരു 3-4 മിനിറ്റ് അധികം ആവി കയറ്റി എടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടും ഇത് നന്നായിട്ട് വെന്ത് കിട്ടുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കുത്തിയെടുക്കാം. ബാക്കി വരുന്ന പുട്ടുപൊടിയും ഇതേമാതിരി തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ 2ാമത്തെ കുറ്റിയും ഇതേമാതിരി തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടുപൊടി റെഡിയായിട്ടുണ്ട്. ഈ പുട്ടിന് കറിയുടെയും അതേമാതിരി പഴത്തിൻ്റെയും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഈ സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ നല്ലൊരു റെസിപ്പിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.